ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗെയിൻ. അപ്പോൾ ഗുഡ് മോർണിംഗ്, പുതിയൊരാഴ്ച തുടങ്ങുവാണ്. സോ നമുക്ക് ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും പോകാം. അത് തന്നെ അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലെ മൂവ്മെൻറ്റ്സ് ഒന്ന് വാച്ച് ചെയ്യാം. സോ നമുക്ക് വന്ന് ടോട്ടലി ഗ്ലോബൽ മാർക്കറ്റ് വാച്ച് ചെയ്യുകയാണെങ്കിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ, S&P 500, നാസ്ഡാക്ക് സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. ഈ ഒരു പോസിറ്റീവ് ആയതുകൊണ്ട് മാർക്കറ്റ് ഇന്ന് ടോട്ടലി ബുള്ളിഷ് ആവണമെന്നൊന്നുമില്ല. കാര്യം US മാർക്കറ്റ്സ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി, കുറച്ച് ദിവസങ്ങളായി സെല്ലിങ്ങിലേക്ക് പോവുകയാണ്. ആൻഡ് പല സ്റ്റോക്സിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്രാഷ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രതിഫലനം കണ്ടിന്യൂ ചെയ്യുമോ അതോ മാർക്കറ്റിൽ പോസ് ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. ഇപ്പം യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിലും ക്രാഷ് വിസിബിൾ തന്നെയാണ്. വലിയ മൈൽഡായിട്ടുള്ള ബുള്ളിഷ്നെസ് മാത്രമേ നിലവിലുള്ളൂ. പക്ഷേ നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി 93 പോയിന്റ്സ് അപ്പാണ്. സോ മേ ബി വി ക്യാൻ എക്സ്പെക്ട് എ ഗ്യാപ്പ് അപ്പ്. നമുക്കൊരു ചെറിയ ഗ്യാപ്പ് അപ്പ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 50-60 പോയിന്റ്സ് ഗ്യാപ്പ് അപ്പ് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു ഗിഫ്റ്റ് നിഫ്റ്റി അപ്പായി തുടരുവാണെങ്കിൽ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ജാപ്പനീസ് മാർക്കറ്റ്സും തായ്വാൻ മാർക്കറ്റൊക്കെ നോക്കുവാണെങ്കിൽ തന്നെ ചെറിയ ബുള്ളിഷ്നെസ് ഉണ്ടെങ്കിൽ പോലും ജാപ്പനീസ് മാർക്കറ്റ്സ് നല്ല രീതിയിൽ സെല്ലിങ് നടന്നിട്ടുണ്ട്. ആൻഡ് ഹാങ്സോങ് നോക്കുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷർ നേരിടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. സോ ഗ്ലോബൽ മാർക്കറ്റ്സ് എല്ലാം സ്ലൈറ്റ്ലി എന്താ പറയുക, ഒരു ബെയറിഷ് മൂഡിലാണെന്നാണ് എനിക്കുള്ളൊരു ഒപ്പീനിയൻ. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാവും. നമ്മുടെ നിഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സ്ട്രക്ചർ വൈസ് നമുക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് അപ്സൈഡ് മൊമെൻറ്റം തരികയാണ് കുറച്ചധികം ദിവസങ്ങളായി. ആൻഡ് കഴിഞ്ഞ ഫ്രൈഡേയിലെ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു സെല്ലിംഗ് പ്രഷർ നമുക്കിവിടെ കാണാം. 1 വീക്ക് ചാർട്ടും കൂടി ഇട്ട് നമുക്ക് നോക്കാം. 1 വീക്ക് ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് ടെറിട്ടറിയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. മേ ബി ഒരു ഓൾ ടൈം ഹൈ സിംപ്ലി ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ബട്ട് അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഈ ഓൾ ടൈം ഹൈ വരുമ്പോഴത്തേക്കും മാർക്കറ്റിൽ ഒരുപാട് പാനിക് ഉണ്ടാവും, ട്രാപ്പ് ഉണ്ടാവും. ഇൻസ്റ്റിറ്റ്യൂഷണലി നമ്മൾ പല ട്രാപ്സിലും പെട്ട് മാർക്കറ്റിൽ സെല്ലിങ്ങും ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ 50 മിനിറ്റ് ചാർട്ടിലേക്ക് ഞാൻ പോവുകയാണ്. ഇപ്പം ഈ ഒരു ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് നമ്മൾ ബ്ലൂ ലൈൻ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഈ ഓൾ ടൈം ഹൈയിലേക്ക് മാർക്കറ്റ് കടക്കാനുള്ള പോസിബിലിറ്റി എന്തായാലും ഉണ്ട്. സോ അവിടെ നിന്നും മാർക്കറ്റ് ഏത് ദിശയിലേക്ക് പോകും എന്നുള്ളത് പറയാൻ കഴിയില്ല. ഓൾ ടൈം ഹൈയിൽ നിന്നും നല്ല ബുള്ളിഷ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എന്തായാലും ഉറപ്പുള്ള കാര്യമൊന്നുമല്ല. ഇപ്പം മാർക്കറ്റ് ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്താൽ 26,000 ഹോൾഡ് ചെയ്യുവാണെങ്കിൽ മേ ബി വരുന്ന ദിവസങ്ങളിൽ ഓൾ ടൈം ഹൈയിൽ നിന്ന് പുതിയൊരു സ്ട്രക്ചർ ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ട്. ബെറ്റർ എന്ന് ഞാൻ പറയട്ടെ, ഓൾ ടൈം ഹൈയിൽ നിന്ന് പുതിയൊരു സ്ട്രക്ചർ ഉണ്ടാവട്ടെ, എങ്കിൽ നമുക്ക് പറയാം മാർക്കറ്റ് ബുള്ളിഷിലേക്ക് കണ്ടിന്യൂ ചെയ്യുമെന്ന്. മറിച്ച് ജസ്റ്റ് ഈ ഓൾ ടൈം ഹൈ വരെ പോയ ശേഷം ഒരു കണ്ടിന്യൂ ഫോൾ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാനാവത്തില്ല. സോ എനിക്ക് എന്തായാലും ഒരു തിങ്കൾ, ചൊവ്വ അല്ലെങ്കിൽ ബുധൻ ദിവസങ്ങളിൽ എനിക്ക് വലുതായിട്ട് ട്രേഡ്സ് ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഇല്ല. കാര്യം ഈ ഓൾ ടൈം ഹൈ എന്നുള്ളൊരു ചലഞ്ച് നമുക്ക് അവിടെ ഉണ്ട്. മാർക്കറ്റ് പലരെയും ട്രാപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് വലിയ ട്രേഡ്സ് ഒന്നും ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റിയിലായിരിക്കത്തില്ല ഞാൻ ട്രേഡ് എടുക്കുക. ജസ്റ്റ് വാച്ച് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ മാത്രമായിരിക്കും ഞാൻ ട്രേഡ് എടുക്കാൻ നിൽക്കുക. അപ്പോൾ ഈ ഒരു ഏരിയാസിലൊക്കെ 25,560 എന്നൊക്കെ ഉള്ള ഏരിയാസിലൊക്കെ ജസ്റ്റ് ഒന്ന് വന്ന ശേഷം കുറച്ച് ഡേ കൺസോളിഡേറ്റ് ചെയ്ത് വീണ്ടും ഓൾ ടൈം ഹൈ ടെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും കൂടെ സ്ട്രക്ചർ വൈസ് നമുക്ക് നോക്കാം. 1 ഡേ ചാർട്ട് ഒന്ന് എടുക്കാം. ആദ്യം 1 ഡേ ചാർട്ട് നോക്കുകയാണെങ്കിൽ സ്ട്രക്ചർ വൈസ് ഏറ്റവും നല്ല ഒരു പൊസിഷനിൽ നിൽക്കുന്നതാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത്. പുതിയ സ്ട്രക്ചറിൽ നല്ല ബുള്ളിഷ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആൻഡ് മേ ബി ഒരു ബയേഴ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മേഖല എന്ന് പറയുന്നത് 58,540 എന്നുള്ള റേഞ്ചാണ്. 5 മിനിറ്റ് നോക്കാം. ഈ ഒരു ലൈൻ, ഈ ഒരു ഏരിയാസിൽ മാർക്കറ്റിന് ബയേഴ്സിന് പ്രസൻസ് ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ട്. ശേഷം ഈ ഒരു ബേസിലേക്ക് എത്തിയാൽ മാർക്കറ്റ് എന്താ പറയുക, അപ്പോൾ ഏകദേശം നല്ല രീതിയിലുള്ള ബൈയിങ് പ്രഷർ എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട് ഈ ഒരു ഏരിയയിലേക്ക്. 1, 2 പിന്നെ ഈ ഒരു മൂന്നാമത്തെ തവണ ഈ ഒരു ഏരിയയിലേക്ക് വരുമോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ ഈ ഏരിയയിലേക്ക് വരുവാണെങ്കിൽ മേ ബി ബയേഴ്സിൻ്റെ കൺട്രോളിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, 57,230 നമ്മൾ ഇങ്ങോട്ട് നിർത്താൻ പോസിബിലിറ്റി ഇല്ലല്ലോ നമ്മൾ ചിന്തിക്കും. ബട്ട് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യണമെന്ന് പറയാൻ കഴിയില്ല. സ്ട്രക്ചറലി അപ്സൈഡ് പോവുകയാണെങ്കിൽ പോലും ഈ 2 സോൺസും മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഏരിയ 58,520 എന്നുള്ള ഏരിയയും കുറച്ച് ഇമ്പോർട്ടൻറ്റ് സോണാണ്. അപ്പോൾ ഇതൊക്കെ ഹോൾഡ് ചെയ്യുമോ ഇല്ല എന്നുള്ളത് നമുക്ക് ഇന്നത്തെ 2-3 ദിവസം ട്രേഡ് നടന്നാലേ പറയാൻ കഴിയത്തുള്ളൂ. ഒറ്റ ദിവസത്തെ ബുള്ളിഷ്നെസ് കൊണ്ട് നമുക്കൊരു കാര്യം ഡിറ്റർമിൻ ചെയ്യാനുള്ള പോസിബിലിറ്റി ഇന്നത്തെ മാർക്കറ്റിൽ ഇല്ല. ഓക്കെ, ശേഷം നമുക്ക് എന്തെങ്കിലും സ്റ്റോക്സിനെ കുറിച്ച് പരിശോധിക്കാനുണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ കുറച്ച് ന്യൂസ് ബേസ്ഡ് കാര്യങ്ങളുണ്ട്. സൈമൻസ് എനർജി ആൻഡ് സുപ്രീം ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യയുടെ ക്വാർട്ടർലി ഏർണിങ്സ് വരുന്ന ദിവസമാണിന്ന്. സോ ഈ സ്റ്റോക്സ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കെയർഫുള്ളായിട്ട് ഹോൾഡ് ചെയ്യുക. ശേഷം പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് ഒരു ഓർഡർ ന്യൂസ് ഉള്ളത് റെയിൽ വികാസ് നിഗത്തിനാണ്. ഒരു 150 കോടിയുടെ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ പ്രൊജക്റ്റിൻ്റെ ലോവസ്റ്റ് ബിഡറായിട്ട് റെയിൽ വികാസ് നിഗം വന്നിട്ടുണ്ട്. സോ അതൊരു പോസിറ്റീവ് ന്യൂസാണ് കമ്പനിക്ക്. പിന്നെ ടാറ്റ പവർ കമ്പനി എന്ന് പറയുന്നത് ഒരു ഡ്രഗ് ഗ്രീൻ ആൻഡ് പവർ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ട് ഒരു കൊമേഴ്ഷ്യൽ എഗ്രിമെൻറ്റ് നടത്തിയിട്ടുണ്ട് ഫോർ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് 1125 MY ഡോർജിലിംഗ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് ഇൻ ഭൂട്ടാനിലെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിനെ ബന്ധപ്പെട്ട ഒരു ഓർഡർ ടാറ്റ പവർ കമ്പനിക്ക് നിലവിലുണ്ട്.
ആൻഡ് HCL ഇൻഫ്ര എഞ്ചിനീയറിംഗ് ആൻഡ് കൽപ്പാത്തൂർ പ്രോജക്ട്സ് ഇന്റർനാഷണലുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് അവിടെ കമ്പനി അതായത് ജോയിൻലി വിത്ത് കൽപ്പാത്തൂർ പ്രോജക്ട്സ് ഇന്റർനാഷണൽ എന്ന് പറയുക L1 ബിഡർ ബൈ ദ ലോവസ്റ്റ് ബിഡർ ഫോർ ദ മഹാരാഷ്ട്ര മെട്രോ റെയിൽ കോർപ്പറേഷൻ്റെ ലോവസ്റ്റ് ബിഡറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു പോസിറ്റീവ് ന്യൂസാണ്. പിന്നെ ഉള്ളത് കുറച്ച് ഇൻസ്പെക്ഷൻ ന്യൂസസ് ഉണ്ട്. US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഒരു API മാനുഫാക്ചറിംഗ് പ്ലാന്റ് നാറ്റ്കോ ഫാർമയുടെ ചെന്നൈയിലുള്ള പ്ലാന്റിൽ ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ട് വിത്ത് 7 ഒബ്സർവേഷൻസ് ഇൻ ഫോം 483. ആൻഡ് USFDA ഒരു ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുള്ളത് ഗോവയിലാണ്. November 10 to 21 ഡേയ്സിലാണ് ലൂപ്പിനിൽ ഒരു നടത്തിയിട്ടുള്ളത്. ഒരു 7 ഒബ്സർവേഷൻസ് ഉണ്ടായിരുന്നു എന്ന് ലൂപ്പിനിലും ഉണ്ട്. പിന്നെ ശില്പ മെഡിക്കലിലും ഒരു 10-day ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു USFDAയുടെ ഭാഗമായിട്ട് തെലങ്കാനയിലുള്ളത്. ആൻഡ് 8 ഇൻസ്പെക്ഷണൽ ഒബ്സർവേഷൻസും കൊടുത്തിട്ടുണ്ടെന്നുള്ള ന്യൂസുണ്ട്. സോ കുറച്ചധികം ന്യൂസസും ഇൻസ്പെക്ഷൻ ന്യൂസസൊക്കെ നിലവിലുണ്ട്. സ്വാഭാവികമുള്ള ന്യൂസസാണ്. ഓക്കെ, പിന്നെ ഹുഡ്കോ ഒരു മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിട്ടുണ്ട് വിത്ത് IDFC ഫൗണ്ടേഷനായിട്ട് ടെക്നിക്കൽ ഫിനാൻഷ്യൽ ആൻഡ് ലീഡർഷിപ്പ് കപ്പാസിറ്റീസ് അക്രോസ് അർബൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു സ്ട്രെങ്തൻ. ഓക്കെ, ശേഷമുള്ള പ്രധാനപ്പെട്ട ന്യൂസ് പറയുന്നത് ടാറ്റ കെമിക്കൽസ് ആണ്. ഒരു ബോർഡ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് 35 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഡെൻസ് സോഡ ആഷ് മാനുഫാക്ചറിങ് ഫെസിലിറ്റി മിത്താപ്പൂരിൽ ചെയ്യാനാണ്. ഓക്കെ, ആൻഡ് പിന്നെ 775 കോടി ഒരു ബോർഡ് അപ്രൂവൽ വന്നിട്ടുള്ളത് എക്സ്പാൻഷൻ ഓഫ് ദ പെർസിപ്പിറ്റേറ്റഡ് സിൽക്ക മാനുഫാക്ചറിങ് ഫെസിലിറ്റി. ഓക്കെ, കൂടല്ലൂരിലുള്ള പെർസിപ്പിറ്റേറ്റഡ് സിൽക്ക മാനുഫാക്ചറിങ് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പാൻഷൻ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് 775 കോടിയും അപ്രൂവ് ആയ ന്യൂസ് ടാറ്റ കെമിക്കൽസിനുണ്ട്. സോ എക്സ്പാൻഷൻ ന്യൂസസാണ് ടാറ്റ കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ഉള്ളത്. പിന്നെ ലെമൺ ട്രീ ഹോട്ടൽസ് ഒരു ന്യൂസ് ഉള്ളതെന്ന് പറഞ്ഞാൽ കമ്പനി ഒരു പുതിയ പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു മധ്യപ്രദേശിൽ. ഓക്കെ, ലെമൺ ട്രീ ഹോട്ടൽസ് ട്രിവാൻഡ്രത്ത് ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന കാര്യം ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പലരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, സോ ബേസിക്കലി ന്യൂസസ് ഇങ്ങനെയാണ് ഉള്ളത്. അപ്പം ഞാനിന്ന് ഫോക്കസ് ചെയ്യുന്ന സ്റ്റോക്സ് എന്ന് ചോദിച്ചാൽ ഇന്ന് പ്രധാനപ്പെട്ട സ്റ്റോക്സിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കുറവായിരിക്കും എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്യാനായിരിക്കും ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം ഒരുപാട് സ്റ്റോക്സിൽ ഒരു സിവിയർ സെല്ലിങ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായി. ആൻഡ് മാർക്കറ്റിൽ നിന്ന് ഇന്നത്തെ ദിവസം ആ ഒരു സെല്ലിംഗ് പ്രഷർ അതിജീവിച്ച് ആ ഒരു ഏരിയയ്ക്ക് മുകളിൽ ട്രേഡ് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ ട്രേഡ്സൊക്കെ നോക്കത്തുള്ളൂ. ടോട്ടലി ഒരു വീക്ക് മാർക്കറ്റ് ആയിരുന്നു വെള്ളിയാഴ്ച. അത് പല സ്റ്റോക്സിലും സെല്ലിംഗ് പ്രഷർ വളരെ കൂടുതലായിരുന്നു. സോ എന്താണെങ്കിലും ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യും. മൂവ്മെൻറ്റ്സ് ഒക്കെ വാച്ച് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കൂടുതൽ സ്റ്റോക്സ് ഏതെങ്കിലും ഞാൻ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു. സോ ഹാവ് എ വെരി ഗുഡ് ഡേ.